കായംകുളം കായലോര വിശ്രമ കേന്ദ്രവും ഹൗസ് ബോട്ട് ടെർമിനലും സാമൂഹ്യവിരുദ്ധ കേന്ദ്രമാകുന്നതിൽ പരാതി. ജനകീയ പ്രതികരണ വേദി പ്രവർത്തകർ വിശ്രമ കേന്ദ്രത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. വായ മൂടിക്കെട്ടിയും കരിങ്കൊടി ഉയർത്തിയുമാണ് പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. കോടികൾ മുടക്കി നിർമ്മിച്ച കായംകുളം കായലോര വിശ്രമ കേന്ദ്രവും ഹൗസ് ബോട്ട് ടെർമിനലും സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് കായംകുളം ജനകീയ പ്രതികരണ വേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കായലോര വിശ്രമ കേന്ദ്രത്തിൽ റീത്ത് വെച്ചായിരുന്നു പ്രതിഷേധം. കരിങ്കൊടി കെട്ടിയും കറുത്ത തുണി കൊണ്ട് വായ് മൂടിക്കെട്ടിയുമാണ് പ്രവർത്തകർ സമരത്തിൽ പങ്കെടുത്തത്. പ്രതികരണവേദി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ യാതൊരു നടപടിയും ഇവിടെ ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. കായംകുളം കായലിന്റെ ഭാഗമായിരുന്ന 3 ഏക്കർ സ്ഥലം അനധികൃതമായി എന്ന് സൂചിപ്പിക്കുമ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഉടമസ്ഥതയിലുള്ള കായല് 3 ഏക്കർ ഭാഗം നികത്തിയെടുത്തത് യാതൊരു അംഗീകാരവും വാങ്ങാതെയാണ്. ഈ സ്ഥലത്ത് കോടിക്കണക്കിന് രൂപ മുടക്കിയുള്ള പല വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊന്നും നഗരസഭയുടെയോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയോ ബന്ധപ്പെട്ട വകുപ്പുകളുടെയോ യാതൊരു അനുവാദവും വാങ്ങാതെയാണ് ഈ നിർമ്മാണങ്ങൾ ഇത്രയും ഇവിടെ നടത്തിയത്. അനധികൃതമായി നിർമ്മിച്ച ഈ ചെറിയ കെട്ടിടങ്ങളും അതേപോലെ തന്നെ പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നഗരസഭ നാളിതുവരെ അംഗീകാരം കൊടുത്തിട്ടില്ല. പുളിയറ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. നമ്മളേവരും കായംകുളത്തുകാർക്ക് ഏറെ സന്തോഷമുള്ള ഈ കായലോര വിശ്രമ കേന്ദ്രവും അനുബന്ധ കെട്ടിടങ്ങളും അടക്കമുള്ള സ്ഥാപനങ്ങളുടെയും വിശ്രമ കേന്ദ്രത്തിന്റെയും ഒക്കെ ഉദ്ഘാടനം നടന്നു. എന്നാൽ അതിനുശേഷം ഈ കായംകുളം പട്ടണം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമായി ഈ പ്രദേശം മാറി എന്നുള്ളതാണ് വസ്തുത. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് കായംകുളം പ്രതികരണ വേദി ഇവിടെ പ്രതിഷേധിക്കുക. നമുക്കറിയാം, ഒരു പ്രതിഷേധം നടത്തിക്കൊണ്ട് ആ പ്രദേശത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയൊന്നും വെച്ച് പെരുമാറുന്ന സംഘടനയല്ല കായംകുളം പ്രതികരണ വേദി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തേത് ഉൾപ്പെടെ 5 പ്രാവശ്യം റീത്ത് വെച്ച് പ്രതിഷേധിക്കുകയും ജനങ്ങളുടെ ബുദ്ധിമുട്ട് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള സംഘടനയാണ് കായംകുളം പ്രതികരണ വേദി. സോമശേഖരൻ ഉണ്ണിത്താൻ, രാജശേഖരൻ, അനിൽ പി ഡാനിയൽ, KN കൃഷ്ണകുമാർ, ബാബു കോയിക്കൽ, KP അലക്സാണ്ടർ, രാജൻ പുതിയിടം, KN ജയൻ, ശ്രീധരൻപിള്ള, രാധാകൃഷ്ണൻ, അനീഷ് ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.